നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും ഈ വീഡിയോ പകുതിക്ക് വെച്ച് സ്കിപ്പ് ചെയ്യുമെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങളിപ്പോൾ സ്കിപ്പ് ചെയ്യുന്ന ഓരോ ടൈമും നിങ്ങളെ സക്സസ് എന്ന പാതയിൽ നിന്ന് പിറകിലേക്ക് വലിക്കുകയാണ്. നിങ്ങൾ ഈ വീഡിയോയുടെ തംബ്നെയിൽ കണ്ടാണ് ഇത് ക്ലിക്ക് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രോമിസ് തരാം, നിങ്ങൾ ഈ വീഡിയോ കാണാനെടുത്ത സമയം നിങ്ങൾക്ക് ഒരിക്കലും വേസ്റ്റ് ആയിട്ടില്ല. കാരണം ഈ വീഡിയോയിൽ ഒരു ടീനേജർ എന്ന നിലയിൽ എങ്ങനെ മണി ഏൺ ചെയ്യാമെന്ന് മാത്രമല്ല ഞാൻ പറയുന്നത്, ആരായാലും അവർക്ക് ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മണി ഏണിംഗ് ഐഡിയാസും പിന്നെ ഫ്യൂച്ചറിൽ നിങ്ങളെ സഹായിക്കുന്ന 5 പവർഫുൾ ആയിട്ടുള്ള സ്കിൽസും പിന്നെ എങ്ങനെ നിങ്ങളുടെ സ്വന്തം ബ്രാൻഡ് അഥവാ നിങ്ങളുടെ ഒരു സ്കില്ലിനെ ഒരു പ്രൊഫഷൻ ആക്കി മാറ്റാമെന്നും വ്യക്തമായി മനസ്സിലാകും. സോ സമയം പാഴാക്കാതെ നേരെ വീഡിയോയിലേക്ക് ഇറങ്ങാം. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ കാണുന്ന പല റീൽസുകൾക്കും പിറകിൽ ഒരു വീഡിയോ എഡിറ്ററിന്റെ കഷ്ടപ്പാടുണ്ട്. സോഷ്യൽ മീഡിയയിൽ കോമ്പറ്റീഷൻ കൂടിയതോടെ വീഡിയോ എഡിറ്റേഴ്സിന് ഡിമാൻഡ് കൂടിയിട്ടുണ്ട്. പല ക്രിയേറ്റേഴ്സും ഇപ്പോൾ വീഡിയോ എഡിറ്റേഴ്സിനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സ്കില്ല് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഫ്രീലാൻസിങ് വഴിയോ അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള കണ്ടന്റ്സ് ഉണ്ടാക്കിയോ മണി ഏൺ ചെയ്യാൻ സാധിക്കും. ഇതിന് അങ്ങനെയായിട്ട് വലിയ എഡിറ്റിംഗ് സെറ്റപ്സ് ഒന്നും ആവശ്യമില്ല. ഒരു നല്ല മൊബൈൽ ഫോണും പിന്നെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇന്റർനെറ്റ് കണക്ഷനും പിന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു മൈൻഡ് സെറ്റും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിംഗ് ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇതിനെപ്പറ്റി മിക്ക ടീനേജേഴ്സിനും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. കോഡിംഗ് എന്നത് ഒരു കമ്പ്യൂട്ടറിനെ റൺ ചെയ്യാനായിട്ടുള്ള കോഡ്സ് അഥവാ ഇൻസ്ട്രക്ഷൻസ് നൽകുന്ന ഒരു പ്രോസസ്സാണ്. ഇതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് വെബ്സൈറ്റുകൾ, ഗെയിംസ്, ആപ്സ് തുടങ്ങിയവയൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും. കോഡിംഗ് എന്നത് വെറും കോഡ് എഴുതുന്നത് മാത്രമല്ല, ഭാവിയിൽ ടെക്നോളജി ഡെവലപ്പ് ആകാനും വേൾഡ് വൈഡ് പുതിയ പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കാനും ചെറുപ്പത്തിൽ തന്നെ മണി ഏൺ ചെയ്യാനും കോഡിംഗ് സഹായിക്കും. ഗ്രാഫിക് ഡിസൈനിങ് എന്നത് ഐഡിയാസിനെ ആകർഷകമായിട്ടുള്ള വിഷ്വൽസ് ആക്കി മാറ്റുന്ന ഒരു സ്കില്ലാണ്. ഇതുവഴി ആകർഷകമായിട്ടുള്ള യൂട്യൂബ് തംബ്നെയിലുകൾ, ലോഗോസ്, ബാനേഴ്സ്, പോസ്റ്റേഴ്സ് തുടങ്ങിയവയൊക്കെ നിർമ്മിക്കാൻ സാധിക്കും. ഇപ്പോൾ പുതുതലമുറയിൽ നല്ല നല്ല യൂട്യൂബ് ചാനലുകളും അതുപോലെ തന്നെ പുതിയ പുതിയ ബിസിനസ്സുകളും സ്റ്റാർട്ട് ചെയ്യുന്നത് വഴി അവർക്ക് പുതിയ പുതിയ ലോഗോസും തംബ്നെയിലുകളും അത്യാവശ്യമാണ്. സോ ഫ്യൂച്ചറിലും അതുപോലെ തന്നെ പ്രസന്റിലും ഇനി മുതൽ സ്കോപ്പ് കൂടാൻ ചാൻസ് ഉള്ള ഒരു പവർഫുൾ സ്കില്ല് കൂടിയാണ് ഗ്രാഫിക് ഡിസൈനിങ്. സോ എൻജോയ്മെന്റിലും ക്രിയേറ്റിവിറ്റിയിലൊക്കെ ഇഷ്ടമുള്ള ഒരു ഗ്രാഫിക് ഡിസൈൻ ഒന്ന് ട്രൈ ചെയ്തോ. കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നത് നിങ്ങൾ ജീവിതത്തിൽ അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട ഒരു സ്കില്ലാണ്, അല്ലെങ്കിൽ അത്യാവശ്യമായും പഠിച്ചിരിക്കേണ്ട ഒരു സ്കില്ലാണ്. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറയാം. സ്കൂളിൽ ടീച്ചർ ഒരു പ്രസംഗം വായിക്കാൻ പറഞ്ഞാൽ പലർക്കും പേടിയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനിതിലെല്ലാം പെർഫെക്റ്റ് ആണെന്ന്. സോറി ഫ്രണ്ട്സ്, ഞാൻ ഈ ഒരു സ്കില്ല് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും പഠിക്കുക. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമ്മൾ പഠിക്കുന്നത് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം മറ്റൊരാൾക്ക് വ്യക്തമായി പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ അർത്ഥവത്താകുന്നത്. നിങ്ങളൊരു കാര്യം പഠിച്ചു, പക്ഷെ അത് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നെങ്കിൽ അവിടെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ വളരുകയാണ്. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ നമ്മൾ വളർത്തുന്നത് വഴി നമുക്ക് പുതിയ പുതിയ റിലേഷൻസ് ബിൽഡ് ചെയ്യാനും അതുപോലെ തന്നെ പുതിയ പുതിയ അവസരങ്ങൾ ലഭിക്കാനും വരെ ഈ ഒരു സ്കിൽ സഹായിച്ചേക്കും. സോ കമ്മ്യൂണിക്കേഷൻ ഒരു സ്കില്ലായിട്ട് കാണുന്നതിന് പകരം ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് കണക്കാക്കിയാൽ നമുക്ക് ജീവിതത്തിൽ നല്ല ഗ്രോത്ത് ഉണ്ടായിരിക്കും. ഒരു ടീനേജർ എന്ന നിലയിൽ നിങ്ങൾ അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട ഒരു സ്കില്ലാണ് ഫിനാൻഷ്യൽ ലിറ്ററസി. ഇതറിയുമ്പോൾ ചിലർക്ക് തോന്നും ഇതൊരു സ്കില്ലായിട്ടൊന്നും കൂട്ടാൻ പറ്റത്തില്ലെന്ന്. പക്ഷേ ഇത് നിങ്ങൾ അത്യാവശ്യമായിട്ടും നിങ്ങളുടെ ടീനേജിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ഫിനാൻഷ്യൽ ലിറ്ററസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മണി എങ്ങനെ ഏൺ ചെയ്യണമെന്ന് മാത്രമല്ല, അത് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ ചെലവഴിക്കണമെന്നും ശരിയായ രീതിയിൽ എങ്ങനെ പൈസ കൈകാര്യം ചെയ്യണമെന്നും അനാവശ്യ ചിലവുകൾ എങ്ങനെ കുറയ്ക്കണമെന്നുള്ളതുമെല്ലാം ഇതിന്റെ ഒരു ഭാഗമാണ്. സോ നിങ്ങളിത് നേരത്തെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 20 മുതൽ ഒരു 35 അറൗണ്ട് ആ ഒരു പ്രായമാകുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ വാല്യൂ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇത്ര നേരം പറഞ്ഞത് നിങ്ങളെ ഫ്യൂച്ചറിൽ സഹായിക്കുന്ന 5 പവർഫുൾ സ്കിൽസിനെ പറ്റിയിട്ടാണ്. ഇനി ആരായാലും, ഒരു ടീനേജർ ആയാലും അല്ലെങ്കിൽ ഒരു മുതിർന്ന വ്യക്തിയായാലും നിങ്ങൾക്ക് ഈ ഒരു നിമിഷം തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മണി ഏണിംഗ് ഐഡിയാസ് നമുക്ക് പരിചയപ്പെടാം. റീസെല്ലിംഗ് എന്നത് നിങ്ങളൊരു സാധനം വാങ്ങിച്ചിട്ട് അതിന് നിങ്ങളുടെ പ്രോഫിറ്റ് കൊടുത്തിട്ട് വേറൊരാൾക്ക് വിൽക്കുന്നു. ഒരു എക്സാമ്പിൾ വഴി പറഞ്ഞുതരാം. നിങ്ങളൊരു ബോട്ടിൽ 100 രൂപയ്ക്ക് വാങ്ങിച്ചെങ്കിൽ അതിനെ 130 രൂപയ്ക്ക് വേറൊരാൾക്ക് വിൽക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ആണ് 30 രൂപ.
ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന കുറച്ച് ടിപ്സുകൾ പറഞ്ഞുതരാം. ഒന്നെന്ന് പറയുന്നത്, നിങ്ങളൊരു ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് നിങ്ങൾ സെല് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ആ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങിച്ചതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പ്രോഫിറ്റ്, അതായത് നിങ്ങളുടെ അടിസ്ഥാന രീതിയിൽ നിങ്ങൾക്ക് അതിൽ പ്രോഫിറ്റ് കൂട്ടാം. ഇപ്പൊ ഞാനൊരു 100 രൂപയുടെ എക്സാമ്പിൾ ആണ് പറഞ്ഞത്. ചിലപ്പോൾ അത് 200 ആയിരിക്കാം, അല്ലെങ്കിൽ 500 ആയിരിക്കാം, അല്ലെങ്കിൽ അതിൽ താഴെ ആയിരിക്കാം. അപ്പൊ നിങ്ങളുടെ ആ ഒരു പ്രോഫിറ്റിനനുസരിച്ച് ഒരു 30 to 14 റുപ്പീസ് നിങ്ങൾ അതിൽ കൂട്ടണം. അപ്പോഴേ നിങ്ങൾക്ക് അതിൽ പ്രോഫിറ്റ് എന്തെങ്കിലും ഒരു അത്യാവശ്യമായിട്ട് കിട്ടത്തുള്ളൂ. അങ്ങനെ ആൾക്കാർ വാങ്ങിക്കുന്നതായിട്ടുള്ള, അവർക്ക് യൂസ്ഫുൾ ആകുന്നതായിട്ടുള്ള പ്രോഡക്റ്റുകൾ വിൽക്കാൻ തീരുമാനിക്കാം. അതുവഴി ആൾക്കാർ നിങ്ങളുടെ അടുത്ത് വീണ്ടും വീണ്ടും ആ ഒരു സാധനം വാങ്ങിക്കാനായിട്ട് എത്തും. സോ റീസെല്ലിങ് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ. നിങ്ങളുടെ കയ്യിൽ നല്ലൊരു ബീച്ചിലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് പോയ നല്ലൊരു ഫോട്ടോയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുവഴിയും നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാൻ സാധിക്കും. ഇത് പോസിബിൾ ആണോ? അതെ, പോസിബിൾ ആണ്. ഇതിനെയാണ് സ്റ്റോക്ക് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ നല്ലൊരു ക്വാളിറ്റിയിൽ ഷൂട്ട് ചെയ്തയോ അല്ലെങ്കിൽ നിങ്ങൾ നല്ല വൃത്തിക്ക് പിടിച്ചൊരു വീഡിയോ ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ അതുവഴി നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഫസ്റ്റ് നിങ്ങൾ ആ ഒരു ഷൂട്ട് ചെയ്ത വീഡിയോ അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോ നല്ലൊരു ക്വാളിറ്റിയിൽ, അതായത് HD ക്വാളിറ്റിയിൽ നിങ്ങൾ അത് എഡിറ്റ് ചെയ്യണം. അത് ഓവർ എഡിറ്റിംഗ് ആവാൻ പാടില്ല. നല്ല രീതിയിൽ എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്കത് പുതിയതായിട്ടുള്ള സ്റ്റോക്ക് വീഡിയോസ് അല്ലെങ്കിൽ സ്റ്റോക്ക് ഫുട്ടേജസ് വിൽക്കുന്ന പല വെബ്സൈറ്റുകളുണ്ട്. അതിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത് വഴി പുതിയ ക്രിയേറ്റേഴ്സും അതുപോലെ തന്നെ ഓരോ ചാനലുകാരും ആൾക്കാരും ഒക്കെ നിങ്ങളുടെ ഈ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ വാങ്ങിക്കാനായിട്ട് വരും. ഇതുവഴി നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാൻ സാധിക്കും. സോ സ്റ്റാർട്ട് ചെയ്ത് നോക്ക്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്നത് നിങ്ങൾ ഒരു കമ്പനിയുടെ പ്രോഡക്റ്റോ അല്ലെങ്കിൽ സർവീസുകളോ വേറൊരാൾക്കായിട്ട് പ്രൊമോട്ട് ചെയ്യും. നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു പ്രത്യേക ലിങ്ക് വഴി വേറെ ആരെങ്കിലും ആ ഒരു പ്രോഡക്റ്റോ സർവീസോ സ്വീകരിക്കുകയാണെങ്കിൽ അതിനുള്ള കമ്മീഷൻ നിങ്ങൾക്ക് ലഭിക്കും. സോ ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഫസ്റ്റ് ഏതെങ്കിലും ഒരു കമ്പനിയുടെ അഫിലിയേറ്റ് പ്രോഗ്രാമിൽ നിങ്ങൾ പങ്കാളിയാകുക. അവിടെ അവർ നിങ്ങൾക്ക് ഒരു ലിങ്ക് തരും. ആ ഒരു ലിങ്ക് നിങ്ങളൊരു ചാനൽ നടത്തുന്ന ആളാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാം ക്രിയേറ്റർ ആണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യണം. ആ ഒരു വീഡിയോ വഴി വേറെ ഏതെങ്കിലും ഒരാൾ ആ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിൽ അതിന്റെ കമ്മീഷനായിട്ട് നിങ്ങൾക്ക് ഇത്ര പൈസ അവർ തരും. ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു വ്യക്തി അയാളുടെ വീഡിയോയ്ക്കകത്ത് ആ ഒരു കമ്പനിയുടെ മൈക്കിനെ പറ്റിയിട്ട് വ്യക്തമായി പറയുന്നുണ്ട്. അതിൽ ആ ഒരു മൈക്കിന് 2000 രൂപയാണ് കോസ്റ്റ് എങ്കിൽ അതുവഴി വേറെ ഏതെങ്കിലും ഒരു വ്യക്തി അത് വാങ്ങിക്കുകയാണെങ്കിൽ അയാൾക്ക് അതിന്റെ ഇത്ര ശതമാനം എന്ന് വെച്ചിട്ട് അതിന്റെ കമ്മീഷൻ ലഭിക്കും. ഇപ്പോൾ ആ ഒരു പ്രോഡക്റ്റിന് 2000 രൂപയാണ്. ആ ഒരു കമ്പനി നൽകുന്ന അഫിലിയേറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 5% ആണെങ്കിൽ ആ ഒരു വ്യക്തിക്ക് അതിൽ നിന്ന് 100 രൂപ കിട്ടും. അതിനർത്ഥം എല്ലാവരും അഫിലിയേറ്റ് മാർക്കറ്റിംഗിലും 5% മാത്രമാണ് കൊടുക്കുന്നതെന്നല്ല. അത് ഒരു കമ്പനിയുടെ ഫീച്ചർ വെച്ചിട്ടും അവരുടെ നിബന്ധനകൾ വെച്ചിട്ടും മാറാം. സോ 5% ചിലപ്പോൾ 10% ആകാം, 20% ആകാം. സോ ഇനി നമുക്ക് നിങ്ങൾ ഇത്ര നേരം ആഗ്രഹിച്ചിരുന്ന ആ ഒരു റോഡ് മാപ്പ്, ആ ഒരു നിങ്ങളെടുത്ത സ്കില്ലിനെ ഒരു പ്രൊഫഷൻ ആക്കി മാറ്റുന്ന, നിങ്ങളുടെ ഓൺ ബ്രാൻഡ് ആക്കി മാറ്റുന്ന ആ റോഡ് മാപ്പിലേക്ക് കടക്കാം. സോ നിങ്ങൾ ഈ വീഡിയോ ഇവിടം വരെ കറക്റ്റ് ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ സക്സസ് ആവാൻ അതിയായ ആഗ്രഹമുള്ള ഒരു ടീനേജർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു വ്യക്തി ആയിരിക്കാം. സോ നിങ്ങളെ ഞാൻ ഈ ഒരു വീഡിയോ വഴി നിരാശപ്പെടുത്തുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ നിന്ന് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ ആ ഒരു പ്ലാൻ തന്നെ പറഞ്ഞു. സോ ഫസ്റ്റ് നിങ്ങൾ എടുക്കേണ്ടത് നിങ്ങൾ ഏത് സ്കില്ലാണ് ചൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ ഏത് സ്കില്ലായിക്കോട്ടെ, വീഡിയോ എഡിറ്റിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനിങ് ആയിക്കോട്ടെ, കോഡിങ് ആയിക്കോട്ടെ, മറ്റെന്തെങ്കിലും സ്കില്ല് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള, നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ നൽകുന്ന ഒരു സ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യണം. ഓക്കെ, ആ ഒരു സ്കില്ല് ചൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ പിന്നെ ചെയ്യേണ്ട കാര്യമാണ് അത് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഓരോ ദിവസവും നിങ്ങൾക്ക് ഓരോ തവണ കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കണം. എന്തൊക്കെ മാറ്റങ്ങൾ എന്നെ കൊണ്ട് വരുത്താൻ പറ്റുമോ അതെല്ലാം വരുത്താം. സോ നിങ്ങൾ അങ്ങനെ ഒരു സ്കില്ല് ചൂസ് ചെയ്ത് അതിനു വേണ്ടി ഡേ ബൈ ഡേ ആയിട്ട് വർക്ക് ചെയ്ത് ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ബിൽഡ് എ പോർട്ട്ഫോളിയോ. പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കില്ല് കൊണ്ട് മറ്റാർക്കൊക്കെ ഉപകാരപ്പെടുന്നു അതുവഴി ഏൺ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. സിമ്പിളാണ്, ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ നിങ്ങൾ ആ ഒരു സ്കില്ല് ചൂസ് ചെയ്തല്ലോ, അത് വെച്ച് നിങ്ങൾ ഓരോ വർക്കുകൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഒരു വർക്കുകൾ ചെയ്തതിൽ
നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട്, അതായത് ഇത് കൊള്ളാം, ഞാൻ ചെയ്തതിൽ വെച്ചിട്ട് ഇത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്, അങ്ങനെ ഉള്ള ഒരു 3 to 5 വർക്കുകൾ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക ഒരു ഫയലായിട്ട്. അതാണ് നിങ്ങളുടെ പോർട്ട്ഫോളിയോ. ഈ പോർട്ട്ഫോളിയോ വഴി നിങ്ങൾക്ക് പുതിയ പുതിയ ക്ലയൻസിനെ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇപ്പോൾ ഉള്ളൊരു പ്രശ്നമാണ്, നമ്മൾ ഒരു സ്കില്ല് ചൂസ് ചെയ്ത് അത് വെച്ച് പ്രാക്ടീസ് ചെയ്ത് പോർട്ട്ഫോളിയോ ഉണ്ടാക്കി. നിങ്ങൾ ആ ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്ത് ഇതുവഴി എങ്ങനെ പുതിയ ക്ലയൻസിനെ കണ്ടുപിടിക്കാം? അവിടെയാണ് ഇതുപോലുള്ള അപ്വർക്ക്, ഫീവർ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളൊക്കെ സഹായിക്കുന്നത്. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു പോർട്ട്ഫോളിയോ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതുവഴി ഒരു പ്രോജക്റ്റിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ക്ലയൻസിനെ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇത് ചെയ്തിട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരുപാട് അധികം ആളുകൾ ചിലപ്പോൾ ഇതിനു വേണ്ടി റിക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും, ഒരുപാട് അധികം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ചിലപ്പം അതിൽ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ട്, ആ ഒരു കമന്റിൽ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കമന്റിൽ റിപ്ലൈ കൊടുക്കാം. പിന്നുള്ള കാര്യമാണ് ഫ്രീലാൻസിങ്. നിങ്ങൾ ആ ഒരു റിവ്യൂസ് എല്ലാം കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ ആ ഒരു കോൺവെർസേഷനിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ പുള്ളി നിങ്ങളുമായിട്ട് മെസ്സേജ് അയക്കും. മെസ്സേജ് അയക്കുമ്പം ഫസ്റ്റ് തന്നെ നിങ്ങൾ ഫ്രീലാൻസിങ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഫ്രീലാൻസിങ് എന്ന് പറയുന്നത് ആദ്യം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു വർക്ക് ചെയ്തു കൊടുക്കണം. വീഡിയോ എഡിറ്റിംഗ് ആണെങ്കിലും ഗ്രാഫിക് ഡിസൈനിങ് ആണെങ്കിലും കോഡിംഗ് ആണെങ്കിലും മറ്റേത് സ്കില്ലാണെങ്കിലും ആ ഒരു സ്കില്ല് നിങ്ങളുടെ ഫസ്റ്റ് നിങ്ങളുടെ ആ ഒരു സ്കില്ല് നിങ്ങൾ എത്ര അതിൽ ഇമ്പ്രൂവ് ചെയ്ത് നിൽക്കുകയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവും. ആ ഒരു ഫ്രീലാൻസിങ് വഴി നിങ്ങൾ ആ ഒരു വർക്ക് ഒരു ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കേണ്ടി വരും. അതുവഴി നിങ്ങളുടെ ആ നിലവാരം മനസ്സിലാക്കിയിട്ട് വേണം പിന്നെ അവർക്ക് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. സോ ഇനിയുള്ള സ്റ്റെപ്പാണ് ബിൽഡ് യുവർ ഓൺ ബ്രാൻഡ്. അതായത് നിങ്ങളുടെ സ്വന്തം ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുക. അതായത് നിങ്ങളുടെ സ്വന്തം ബ്രാൻഡ് എന്ന് പറയുന്നത് വേറൊരാളുടെ ഒരു സ്റ്റൈല് നിങ്ങൾ കോപ്പി ചെയ്യരുത്. നിങ്ങളുടെ സ്വന്തം ഐഡന്റിറ്റി ഉണ്ടാക്കുക. ഒരാൾ നിങ്ങളുടെ ആ ഒരു വർക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകണം, ഇല്ല അത് ആ വ്യക്തിയുടെ അല്ലേ. അതാണ് നിങ്ങളുടെ ഐഡന്റിറ്റി, അതാണ് നിങ്ങളുടെ ഗ്രോത്ത്, അതാണ് നിങ്ങളുടെ സക്സസ്. സോ മറ്റൊരാൾക്കാരുടെ സ്റ്റൈലുകൾ കോപ്പി ചെയ്യാതെ നിങ്ങളുടെ സ്വന്തം ഐഡന്റിറ്റി ഉണ്ടാക്കുക. അതുവഴി നിങ്ങളുടെ സ്വന്തം ബ്രാൻഡ് ഉണ്ടാക്കുക. ഞാൻ ഈ പറഞ്ഞ വീഡിയോയിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിലെ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ. ഹാവ് എ നൈസ് ഡേ.